ശശികുമാർജി, ഈ ശങ്കരാചാര്യരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഒരുപാട് നിൽക്കുന്ന സ്ഥലം കാലടിയാണ്. പിറവത്ത് അദ്ദേഹം മറ്റേ കനകധാരാ സ്തോത്രം ചൊല്ലി സ്വർണ്ണ നെല്ലിക്ക പൊഴിച്ച ഒരു കഥ ഉണ്ട്. ഞാൻ സ്ഥിരമായി മാസത്തിൽ ഒരിക്കൽ പോകുന്ന ക്ഷേത്രമാണ് ആമയുടെ ക്ഷേത്രം. അവിടെ ഈ അമ്മാത്ത് നിന്ന് ഉള്ള ഒരാൾ അവിടെ ഈ ആമയുടെ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്ഥിരം കാണാറുമുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സംശയം തോന്നുന്നത്, ശങ്കരാചാര്യർ ആ മുതല പിടിച്ച കഥയൊക്കെ കാലടിയിലൊക്കെയാണ്. അപ്പോൾ ശങ്കരാചാര്യർ ജനിച്ചത് കാലടിയിലാണെന്ന് പരക്കെ വിശ്വാസമുണ്ട്. അപ്പോൾ കാലടിയിലായിരിക്കുമോ ഈ അമ്മാത്ത് എന്ന് പറയുന്ന ഈ പിറവത്തായിരിക്കുമോ? കൃത്യമായിട്ട് ശങ്കരാചാര്യരുടെ ജന്മത്തിൻ്റെ കാലം നമുക്കറിയില്ല. അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആണ് എവിടെയാണ് ജനിച്ചത്. 2200 കൊല്ലം മുമ്പ് എന്നൊക്കെ പറയാറുണ്ട്. അല്ല, സാധാരണ പറയാറുള്ളത് ഏറ്റവും എളുപ്പം ഞാൻ പലരെയും പഠിപ്പിക്കുമ്പോൾ പറയാറുള്ളത് ഇതേത് കൊല്ലവർഷമാണെന്ന് ചോദിക്കുക. അങ്ങനെയാണ് എന്നെ ഗുരു പഠിപ്പിച്ചത്. കൊല്ലവർഷം തുടങ്ങിയത് കൊല്ലത്ത് വെച്ച് ശങ്കരാചാര്യരാണ്. അപ്പോൾ അത്രയും കാലമായി, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ കൺസെൻസസിൽ പലപ്പോഴും നമുക്കൊരു ദിവസം കണ്ടുപിടിക്കണം. വ്യാസൻ എപ്പോഴാണ് ജനിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു ദിവസം കണ്ടുപിടിച്ച് ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ മെയ് 4-ാം തീയതി 2025 നമ്മൾ ശങ്കരൻ്റെ ജന്മം ആഘോഷിക്കാൻ പോകുന്നത്. ഇപ്പം ഒരാഴ്ചയുള്ളൂ. ഇന്നലെ അവിചാരിതമായിട്ട് ഞാൻ ആര്യാമ്പയുടെ പിറവത്ത് പോവുകയുണ്ടായി. ചിന്മയസ്വാമിയുടെ വലിയ യൂണിവേഴ്സിറ്റി നടക്കുന്ന, സംസ്കൃത സെൻ്ററായിട്ടുള്ള കുറേ കോഴ്സുകൾ നടക്കുന്ന, കുട്ടികളുടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു, പിറവത്ത്. അപ്പോൾ ഉണ്ടായിരുന്നൊരു സംശയവും കുറച്ച് നമ്മൾ പഠിക്കുകയും ഡിസ്കസ് ചെയ്യുകയും അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതും എനിക്ക് പഠിച്ചിട്ടുള്ളതും, പിറവം എന്ന പേര് വന്നത് തന്നെ ശങ്കരാചാര്യർ അവിടെ പിറന്നത് കൊണ്ടാണ് എന്നാണ്. വേറൊരു ന്യായം എവിടെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആര്യാമ്പയുടെ തറവാട് വലിയ മന അതുപോലെ തന്നെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ ശിവഗുരു എന്നും ആര്യാമ്പയാണ്. അപ്പോൾ ശിവഗുരു അത്ര വളരെ ആഢ്യനായിട്ടുള്ളൊരു തറവാട്ടിലുള്ളൊരു വ്യക്തിയോ വലിയ നിലയിലുള്ളവരോ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തറവാടാണ് കാലടിയിൽ. അപ്പോൾ ആര്യാമ്പ കാലടിയിലേക്ക് വിവാഹം കഴിച്ചു പോയി അവിടെ താമസിച്ചു എന്നുള്ളതാണ്. ശിവഗുരു അവിടെ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന എന്തോ തിരുവള്ളമാൻ തുള്ളിന്നോ? അതെ 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 അതെ, അതും പുഴയുടെ തീരത്ത് തന്നെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമനുസരിച്ച് സ്ത്രീകൾ പ്രസവിക്കാറാവുമ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോവുക. അപ്പോൾ ന്യായത്തിൽ ആര്യാമ്പ ശങ്കരനെ പ്രസവിക്കാൻ എന്തായാലും പിറവത്ത് വന്നിട്ടുണ്ടാവും എന്നുള്ള ഒന്നാമത്തെ ന്യായം. ഇനി അങ്ങനെ അല്ലാതെയും സംഭവിക്കാം. ഭർതൃഗൃഹത്തിൽ വലിയ ആഢ്യത്വമുള്ള വലിയൊരു തറവാടും കുറേ സ്ത്രീകളുമൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു കഥ അവിടെ ഇല്ല. കാരണം ഈ അവിടെ വേറെ ഒന്നുമല്ല, പിന്നെ കുറേ സ്ത്രീജനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല, അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തായാലും പ്രസവത്തിന് സാധാരണ ന്യായത്തിൽ ഇവിടെ പോകാനേ വഴിയുള്ളൂ. അപ്പോൾ കാലടി എന്ന പേര് വരാൻ കാരണം ശങ്കരാചാര്യർ നടന്നു തുടങ്ങിയ സ്ഥലം ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നടക്കാറാവുന്ന പ്രായമാകുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ രണ്ട് സ്ഥലപ്പേരുകളും ശങ്കരനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ആവാനേ തരവുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള ആര്യാമ്പയുടെ തറവാട് പിറവത്ത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ, അത് ചിന്മയ മിഷൻ കാശ് കൊടുത്ത് മേടിച്ച ഒരു 9-9.5 ഏക്കർ സ്ഥലം കണ്ട് മേടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് വേറെ ഈ സ്ഥലപ്പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ഇദ്ദേഹം സന്യാസിയായ ശേഷം അമ്മയുടെ ശവദാഹകർമ്മങ്ങളിൽ വന്നപ്പോൾ അങ്ങനെ ഒരു സന്യാസി ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ആ കാലത്ത് തന്നെ അദ്ദേഹം റിബലാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ പൊതുവെ അന്നത്തെ നമ്പൂതിരി ബ്രാഹ്മണര് അതിൻ്റെ കൂടെ നിൽക്കുന്നില്ല. ഇദ്ദേഹം ഒരു ഒറ്റപ്പെട്ടു പോകുമ്പോൾ 2 മനക്കാർ കൂടെ നിന്നു. അന്ന് ഈ അമ്മയുടെ തല പിടിച്ച മനയാണ് തലയാറ്റുംപിള്ളി, മറ്റേതാണ് കാപ്പിള്ളി എന്ന് പറയാറുണ്ട്. അതെ, ഞാൻ പറയാൻ പോകായിരുന്നു. അപ്പം നമ്മൾ പലപ്പോഴും ഈ സ്ഥലത്തിൻ്റെ പേരുകൾ വരുന്നത് മഹാന്മാരുടെ വലിയ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവണം. ഈ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ആര്യാമ്പയുടെ, പിന്നെ ആ ഒരു സ്ഥലത്ത് ഇന്നലെ പോയ സമയത്ത് അവിടെ ഇപ്പോഴും ചിന്മയസ്വാമി കൃത്യമായി കണ്ട് അവിടെ ഇന്ന സ്ഥലത്താണ് ഇന്ന മുറിയിലാണെന്ന് പ്രവചിച്ച് അവിടെ ഇപ്പോഴും കടാവിളക്ക് തെളിയുണ്ട്. 2 കാഞ്ചി മഠത്തിൽ നിന്നും വന്നിട്ടുള്ള സ്വാമിമാരവിടെ താമസിച്ചിട്ടുണ്ട്.
അവരും എൻഡോഴ്സ് ചെയ്തിട്ടുള്ളത് ഇതാണ് ആര്യാമ്പയുടെ തറവാട്ടിൽ തന്നെയാണ് ശങ്കരൻ ജനിച്ചിട്ടുള്ളതെന്നാണ്. അപ്പം ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അതാണല്ലോ ജനങ്ങൾ സാധാരണ കൊണ്ട് നടക്കുക. ആ അവസ്ഥയിൽ നിന്നും ഈ ഒരു സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. അല്ലെങ്കിൽ അതൊരു ഗവേഷണ വിഷയമാവാം. അതിനെക്കുറിച്ച് അധികാരം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മിക്കവാറും നമ്മൾ വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ സാധാരണ കാലടിക്ക് മാത്രമേ ഉള്ളൂ. ആര്യാമ്പയുടെ തറവാട് പോലും അങ്ങനെ ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ചിന്മയ മിഷൻ വലിയ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് വലിയ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണെന്ന് പോലും പലരും അറിയുന്നു. സാധാരണഗതിയിൽ ഈ ഉപനയനം പൂണൂൽ ഇട്ട ശേഷം ഉള്ള ഉഞ്ചവൃത്തി എന്ന് പറയുന്നത്, അതായത് തെണ്ടി തിരിഞ്ഞ് ഭക്ഷണം കഴിക്കുക എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഉപനയനം കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 6-7 വയസ്സിലും ഒക്കെ. ആ കാലത്ത് നേരത്തെ കഴിയും. അത് കഴിഞ്ഞ് ഈ ഭക്ഷണം ഒക്കെ ചോദിച്ച് ഈ പിച്ചതണ്ടി നടക്കുന്ന ആ സമയത്താണ് അദ്ദേഹം ഒരു ഇല്ലത്ത് പോയിട്ട്, അവിടെയും ദാരിദ്ര്യമാണ്. അപ്പോൾ അവസാനം ഒരു നെല്ലിക്ക മാത്രമോ മറ്റോ കൊടുക്കുന്നു, ഇല്ലേ? പ്രാർത്ഥിക്കുന്നു, അവിടെ സ്വർണ്ണ നെല്ലിക്ക പൊഴിയുന്നു. അപ്പോഴാണ് അംഗം ഹരേ പുളകഭൂഷണമാശ്രന്തി ഭൃംഗാംഗനേവ മുകളാഭരണം തമാലം അംഗീകൃതാകല വിഭൂതിരകഭാംഗലീല മംഗല്യദാസുമമ മംഗലദേവതായ എന്ന് തുടങ്ങുന്ന കനകധാര സ്തോത്രം എന്ന് പറയുന്നത് തന്നെ അവിടെ ചൊല്ലുന്നത്. അപ്പോൾ ഈ ഉപനയന കർമ്മമൊക്കെ നടക്കുന്നതും പിറവത്ത് തന്നെയായിരിക്കണം. അപ്പൊ കുട്ടിക്കാലവും അവിടെ തന്നെ. അപ്പൊ വലിയ അപ്പൊ ജനിക്കുക, കുറച്ചു കാലം അല്ലേ, ബാല്യമൊക്കെ അവിടെ തന്നെ ചെലവഴിക്കുക, പിന്നെ ആയിരിക്കണം കാലടിയിലേക്ക് പ്രവേശം. നമ്മൾ ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പം കേദാർനാഥ്, ബദരിനാഥ് മുതൽ രാമേശ്വരം വരെ, കാമാഖ്യ മുതൽ പിന്നെ ദ്വാരക വരെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ബദരിനാഥ് പോയി നോക്കിയാൽ അവിടുന്ന് 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചൈന ബോർഡറിലേക്ക്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മനുഷ്യൻ ചൈനയുടെ ബോർഡർ വരെ പോയിട്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ബോർഡർ തീരുമാനിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പൊളിറ്റീഷ്യൻസോ മിലിറ്ററിയോ അല്ല, ശങ്കരാചാര്യരാണെന്ന് വേണമെങ്കിൽ പറയണം, അല്ലേ? കാരണം അവിടെ നിന്ന് 30 കിലോമീറ്റർ പോയാൽ, അതുപോലെ ബദരീനാഥ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥലം ഒക്ടോബർ മുതൽ ഈ ഫെബ്രുവരി വരെ കാലിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ കുറേ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ആൾക്കാരല്ലാതെ വേറെ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയും ഇല്ല. അങ്ങനെ ശങ്കരാചാര്യരെ അവിടെ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പ് അത് ചൈനീസുകാരുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ശങ്കരാചാര്യ എന്നൊരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ, ഫിലോസഫിക്കൽ ഇന്ത്യയുടെ ബോർഡർ നിശ്ചയിക്കാനുള്ള ഒരു 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 വലിയൊരു അറിവുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണണ്ടേ. വലിയൊരു കഴിവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് സാധിക്കില്ല. പിന്നെ അന്ന് ബ്രഹ്മാവ് നേരിട്ട് വന്ന് അനുഗ്രഹിച്ചിട്ടുള്ള ആളാണ്. അതാണ് അന്ന് എങ്ങനെയാണ് ഇങ്ങനെ കാലടി ആയിട്ട്, കാൽനടയായിട്ട് മാഹേഷ്മതി അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പോയത് മൂകാംബി, മറ്റേ തിരിഞ്ഞു നോക്കരുത് എന്നുള്ള ചരിത്രമൊക്കെ മൂകാംബി. അപ്പൊ ഈ യോഗിയാണല്ലോ, യോഗിയാവുമ്പോ ഇങ്ങനെ ഈ ചോദ്യം ഞാൻ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ KPC അരിഞ്ഞപ്പെട്ടതിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഇദ്ദേഹം ഇവിടെയൊക്കെ പോയത്? സാധ്യമാണോ? അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാതത ഈഷിത്വഞ്ച വശിത്വഞ്ച പ്രാപ്തി പ്രകാശ്യമേവച്ച. വെയിറ്റ് കുറക്കാനുള്ള കഴിവുള്ള ഒരു കഴിവാണല്ലോ അണിമ, മഹിമ, ലഘിമ, ഗരിമ. ആ ഒരവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് വടക്കോട്ട് കാറ്റ് വരുമ്പോൾ വെയിറ്റ് ഇല്ലാതാക്കാനും എവിടെയൊക്കെ പോണോ അവിടെ എത്തിയിട്ട് തെക്കോട്ടാണ് കാറ്റെങ്കിൽ കാറ്റ് തീരുന്നത് വരെ ഇവിടെ കാത്തിരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ്. അതല്ലാതെ ശിവനെ നേരെ കാണാനും ബ്രഹ്മാവിനെ നേരെ കാണാനും വിഷ്ണുവിനെ നേരെ കാണാനും ഇവരുടെയൊക്കെ കൂടെ അങ്ങനെയൊക്കെ പോകാൻ പറ്റിയുള്ള ഒരു മഹത്ത് വ്യക്തി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകം ഇങ്ങനെ ഉള്ളംകൈയിൽ വരികയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആചാര്യന്മാരിൽ ആചാര്യൻ അല്ലെങ്കിൽ വ്യാഖ്യാതാവ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ ബ്രഹ്മത്തെ അറിയുക എന്ന് പറയുന്ന ചെറിയ വാക്കുകളൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഭഗവാൻ ഭാഷ്യകാരൻ എന്നാണല്ലോ എല്ലാവരും പറയാറ്. അങ്ങനെ ഭഗവാൻ എന്ന പേരിൽ വിളിച്ചിട്ടുള്ള ഏക വ്യക്തി ചിലപ്പോൾ ശങ്കരാചാര്യരാവും. പിന്നെ ഈ ഫിലോസഫിക്കൽ വർക്കൊക്കെ വളരെ നേരത്തെ തീർന്നിരിക്കുന്നു. അത് കഴിഞ്ഞാണ് ഈ സ്തോത്രങ്ങൾ വരുന്നത്.
ഒരു ജന്മം കൊണ്ട് ഒരു മനുഷ്യന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്ന്. പിന്നെ ഈ ബ്രാഹ്മിൻ ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ട് വിവരദോഷികളും മാർക്സിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ പറയുമല്ലോ, നമ്മേ ജാതി ഭേദ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ജാതി ഭേദങ്ങളില്ല എന്ന് പച്ചയ്ക്ക് എഴുതിയിട്ടുള്ള ആളാണ്. ബിയോണ്ട് വലിയൊരു എനിക്ക് തോന്നുന്നു കേരളം തന്നെ തിരിച്ചറിയുകയും കുറേ പഠിക്കുകയും നമ്മൾ എന്തെങ്കിലും കേട്ടിട്ട് വിശ്വസിച്ചിട്ട് ആ വഴിക്ക് പോകുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടി, എന്തായാലും കുഴപ്പമില്ല, കാലടിയിലായാലും ശങ്കര യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇനി ആര്യാമ്പയുടെ പിറവത്തായാലും അവിടെ ചിന്മയ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ 2 യൂണിവേഴ്സിറ്റികളുടെ കേരളത്തിലുള്ള ഒരു സെന്റർ ആക്കാൻ ശങ്കരാചാര്യന് സാധിച്ചു എന്നുള്ളതിലപ്പുറം നമുക്ക് ഭാഗ്യമൊന്നുമില്ലല്ലോ. അതെ, 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലറാണ് അദ്ദേഹം. ചാൻസലറും വിധാതാവും വ്യാഖ്യാതാവും ലോകം കണ്ട ഏറ്റവും വലിയ മലയാളിയാണ് ശങ്കരൻ. അങ്ങനെ വലിയൊരു പഠന കേന്ദ്രങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.